പറയാ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിനകത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ എടുത്താൽ ആദ്യ 10 റാങ്കുകളിൽ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കുസാറ്റ് ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ കേരളത്തിനകത്ത് വരികയാണ്. രാജ്യത്തെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിതരണ സമ്പ്രദായ മേഖലയിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസം സാധനങ്ങളില്ല എന്നതിൻ്റെ പേരിൽ റേഷൻ കടകളോ മാവേലി സ്റ്റോറുകളോ അടച്ചിട്ടുണ്ടാ? റേഷൻ കടയോ അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകളോ പൊതുവിതരണ ശൃംഖലയിലുള്ള ഇതുകളോ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ദിവസമെങ്കിലും അവിടെ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടുണ്ടാ? UDFൻ്റെ ഭരണ സമയത്ത് എത്ര സമയത്ത് അടച്ചിട്ടു? എത്ര ദിവസം നമ്മുടെ റേഷൻ കട മുടങ്ങി? ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ട്രഷറി ഒരു ദിവസം പോലും പണമില്ലാന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടുണ്ടാ? UDFൻ്റെ ഭരണകാലത്ത് എത്ര തവണ അടച്ചിട്ടു ട്രഷറി? നമ്മുടെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റിയിരുന്നോ? ശങ്കർജി, എത്ര തവണ ട്രഷറി അടച്ചിട്ടു? അടച്ചിട്ടിട്ടില്ല നമ്മൾ. കാരണം ട്രഷറി തുറന്നു പ്രവർത്തിച്ചു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു, പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി റേഷൻ കടകളും മാവേലി സ്റ്റോറും പ്രവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി അവശ്യ ഇനം എന്ന് പറയുന്ന 13 ഇനം സാധനങ്ങൾക്ക് 10 പൈസ കൂട്ടിയിട്ടില്ല. അറിയോ? 10 പൈസ കൂട്ടിയിട്ടില്ല. ഏതാ അവശ്യ സാധനങ്ങൾ? ഏതാ? അരി, പരിപ്പ്, മുളക്, ഇതൊക്കെ നമ്മൾ പൊതുവിതരണം 13 ഇനങ്ങളുണ്ട്. മാവേലി സ്റ്റോറുകൾ, പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി നമുക്ക് കിട്ടുന്നതാണ്. ഒരു 10 പൈസ പോലും കഴിഞ്ഞ 10 വർഷക്കാലമായി വില വർദ്ധിപ്പിക്കാനുണ്ടായിട്ടില്ല. പൊതുമാർക്കറ്റിനകത്ത് വില വർദ്ധിച്ചിട്ടുണ്ട്, അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ഒരു നയാ പൈസ പോലും വർദ്ധിപ്പിക്കാതെ കേരളത്തിൻ്റെ ജനതയെ പിടിച്ചു നിർത്തിയ സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളതാണ്. എന്താ കേന്ദ്ര ഗവൺമെൻറ് സംഭാവന? കേന്ദ്ര ഗവൺമെൻറ് സംഭാവന എന്താ? ഏതെങ്കിലും തരത്തിൽ വരുന്നുണ്ടോ? ഇപ്പോൾ പ്രളയം വന്നില്ലേ? നിപ്പ വൈറസ് വന്നില്ലേ? ഇവിടെയൊക്കെ ഒരു സഹായിക്കാൻ വന്നു. സഹായിച്ചതിനപ്പുറം എന്തായി? ഇപ്പം നമ്മളെ വീട്ടിലൊരു അപകടം വരിക, നമ്മളെ വീടൊന്ന് ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായി ഒരു തീപിടുത്തുണ്ടായി. നമ്മുടെ അയൽവാസികൾ വന്നു, വെള്ളമൊഴിക്കുന്നു, എടുക്കുന്നു, എല്ലാം കഴിയുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സഹായത്തിനാണല്ലോ ഇവർ വരണത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബില്ല കൊടുത്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് ഇത്ര പൈസ ഇവിടെ തന്നോ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ എന്താ സ്ഥിതി? നമ്മുടെ മാനസികാവസ്ഥ എന്താവും? നോക്കിയില്ല? നമ്മളെ വീട്ടിലൊരു അപകടം വന്നപ്പോൾ രക്ഷിക്കാൻ വന്ന ആൾക്കാർ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബില്ലും കൊടുത്ത് പോവാ. എന്താ സ്ഥിതി? അതേപോലെയല്ലേ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചത്? പ്രളയം വന്നപ്പോൾ ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ വന്ന് ആളുകൾ എടുക്കുമ്പോൾ ഭയങ്കര എന്താ സംഭവം? ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെയായിരുന്നു അല്ലേ? പാലം വരുന്നു, ഇതൊക്കെ വരുന്നു. എന്താ ഉണ്ടായി? ഇതൊക്കെ കഴിഞ്ഞ് പോണ പോക്കിലൊരു ബില്ലും കൊടുത്തു. ഇതൊക്കെ കേരളം തിരിച്ചടയ്ക്കണം. വഞ്ചനാപരമായ സമീപനമല്ലേ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിലെടുത്തത്? ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തെ സഹായിക്കാവുന്ന നിലയിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായ? ഇപ്പം അവസാനൊരു ഉദാഹരണം, ചൂരൽമല. നരേന്ദ്രമോദി വന്നൊരു ചെറിയ കുട്ടിയെ മടിയിലെടുത്ത് ഇരുത്തി ഉമ്മ വെച്ചു, ഫോട്ടോ എടുത്തൊക്കെ പോയി അല്ലേ? ഇതൊക്കെ പോയിട്ടെന്തുണ്ടായത്? അവിടെ വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക്, ഉച്ചവരെ ഉടയവരെ പോയ ആളുകൾക്ക് ഒരു സ്നേഹ സാന്ത്വനമായി ഒരു നയാ പൈസ പോലും അനുവദിക്കാൻ ആരും തയ്യാറായില്ല. കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല അല്ലേ? ആ നരേന്ദ്രമോദി എടുത്ത് മടിയിൽ വെച്ച അതേ കുട്ടിയെയാണ് 178 വീടിൻ്റെ താക്കോൽ കൈമാറിയിട്ട് ആ വേദിയിൽ വെച്ച് ആരെടുത്തത്? പിണറായി എടുത്തത്. അവിടെയാണ് 2 രാഷ്ട്രീയം തമ്മിൽ വ്യത്യാസം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഉമ്മ വെച്ച് ഫോട്ടോ എടുത്തിട്ട് 4 ആൾക്കാരെ കാണിച്ച് പോലല്ല. അതേ കുട്ടിയെ അവർക്ക് വീട് കൊടുത്ത് അല്ലേ? അതേ കുട്ടിയെ മടിയിലിരുത്തി 178 വീടിൻ്റെ താക്കോൽ കൈമാറിയിട്ടാണ് കേരളത്തിലെ മന്ത്രിസഭ ആ സംവിധാനത്തെ നീതി പുലർത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത് നയാ പൈസ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താ? ഇപ്പോൾ ആകെ സംരക്ഷിക്കാൻ പോവാന്ന് പറയുന്ന BJP-ക്കാരോടൊന്ന് ചോദിക്കണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ വരുന്ന ആളുകൾക്ക് അല്ലേ? സഹകരണ ബാങ്ക് മുഖാന്തരം പെൻഷൻ മേടിക്കുന്ന ആളുകൾ എത്ര രൂപ എണ്ണി മേടിക്കും? 2000 രൂപ കയ്യിൽ വരുന്നില്ലേ അല്ലേ? കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പെൻഷൻ ബാങ്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക 2000 കിട്ടുന്നുണ്ടോയെന്ന്. കിട്ടുമോ? 2000 രൂപ കിട്ടുന്നുണ്ടോ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക്?
കിട്ടില്ല. 300 രൂപ കുറവ്, 200 രൂപ കുറവ്, ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇതിലേക്കുള്ള വിഹിതം അടയ്ക്കുന്നില്ല. ഇത് ഞാൻ വെറുതെ പറയണതല്ല, വസ്തുതാപരമായിട്ട് പറയണതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് സാമ്പത്തികമായി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പ്രളയകാലത്തും കോവിഡ് കാലത്തും വലിയ പ്രതിസന്ധി ഉണ്ടായ വയനാട് ചൂരൽമലയിലടക്കം കേരളത്തെ സഹായിക്കാനുള്ള നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് മാറുന്നില്ല. ഇപ്പോൾ നമ്മളിവിടുന്ന് ജയിച്ചു പോയൊരു മഹാണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടാവുന്ന ആൾ അല്ലേ, പിന്നെ വെള്ളത്താടിയും കറുപ്പ് മീശയൊക്കെ വെച്ച് വലിയ വർത്താനൊക്കെ പറയുന്ന സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? ചൂരൽമലയിലെ പ്രശ്നം പരിഹരിക്കാൻ ചൂരൽമലയിൽ നിവാസികളും ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. ആരെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരാളെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും കൊടുക്കണില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവർ പോയി കഞ്ചി കഴിയണോ? വേണോ? വേണ്ടല്ലോ. ഈ കേരളത്തിനകത്ത് 4 ലക്ഷം വരുന്ന